ഹായ്, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് വർഷകാലത്ത് നമ്മൾ ഓർഗാനിക് വളങ്ങൾ നമ്മുടെ പ്ലാന്റിന് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുണ്ട്. അതായത് ഈ സമയത്ത് നമ്മൾ ഓർഗാനിക് വളങ്ങൾ, മഴ സമയത്ത് ഓർഗാനിക് വളങ്ങൾ നമ്മൾ നമ്മുടെ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നലെ ഒരു ചേച്ചി എന്നെ ഫോൺ കോൾ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് ആ ചേച്ചി. അപ്പോൾ ആ ചേച്ചി ചോദിച്ചത് ഇതാണ്, അതായത് വർഷകാലത്ത് എന്തുകൊണ്ടാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കരുതെന്ന്, നമ്മുടെ ഓർക്കിഡിനൊക്കെ ചെടിക്കൊക്കെ ചെയ്യരുതെന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് റിപ്ലൈ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ ആ ചേച്ചി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചേച്ചി പശുവിനെ വളർത്തുന്നതാണ്. അപ്പോൾ ആ ചേച്ചി ഗോമൂത്രം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഗോമൂത്രം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ചേച്ചി ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ചാണകവെള്ളം അല്ലേ, അത് പുളിപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നല്ല വെള്ളമാണല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ശരിയാണ്, അത് നമുക്ക് വെയിലത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല വെള്ളമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അത് വർഷകാലത്ത് ചെയ്തതെന്ന് പറഞ്ഞതെന്ന് ആ ചേച്ചി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ മിക്ക വീഡിയോയിൽ ഇത് പറയുന്നുണ്ടല്ലോ, ഇതിന്റെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മഴക്കാലത്ത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സംശയം മിക്കവർക്ക് ഉണ്ടാകാം. അപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാനപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമല്ലോ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മഴക്കാലത്ത് ആദ്യമേ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ചാണകം കേട്ടോ. അത് നമ്മുടെ പ്ലാന്റിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 100% ഞാൻ പറയുന്നത് നമ്മുടെ പ്ലാന്റിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 100% ഞാനത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ചാണകം നമ്മുടെ പ്ലാന്റിൽ ഈ സമയത്ത് തൊട്ടു പോകരുത് കേട്ടോ. പ്ലാന്റ് നശിഞ്ഞു പോകുന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കേട്ടോ. ചാണകത്തിന്റെ വെള്ളം പുളിപ്പിച്ചത് ഒന്നും നമ്മൾ ഈ വർഷകാലത്ത് ഉപയോഗിക്കരുത്. കാരണം അത് നമ്മുടെ പ്ലാന്റിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല തിക്കായിട്ടുള്ള വെള്ളം അല്ലേ. അപ്പൊ ഗോമൂത്രം കുഴപ്പമില്ല, ഗോമൂത്രം അത്ര തിക്കായിട്ടുള്ളതല്ലോ. അപ്പൊ അതിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ചാണകം എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ഭയങ്കര തിക്കായിട്ടുള്ള വെള്ളമാണ്. അപ്പൊ അത് നമ്മുടെ പോട്ടിലൊക്കെ കെട്ടി നിന്ന് അത് നമുക്ക് ഡാമേജ് ഉണ്ട്. അതായത് പൂപ്പല്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ജൈവവളമാണ് കേട്ടോ അത്. അപ്പൊ അത് നമ്മുടെ പ്ലാന്റിൽ ദയവ് ചെയ്ത് ആരും തൊട്ടുപോരുത് ഈ സമയങ്ങളിൽ കേട്ടോ. ഉപേക്ഷിച്ച് തന്നെ കളഞ്ഞേക്കുക കേട്ടോ. നമുക്ക് വെയിലുള്ളപ്പോൾ മാത്രം ചെയ്യാവുന്ന ഒരു വളമാണ് കേട്ടോ ചാണകം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു വളവും കൂടിയുണ്ട്. അതായത് സവാളത്തുണ്ട്, പച്ചക്കറിയുടെ വേസ്റ്റ്, അതൊക്കെ എല്ലാം ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ജൈവവളമായിട്ട് നമ്മൾ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ്, അതായത് പൂപ്പലൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ള വളമാണ്. അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ കെമിക്കൽ വളങ്ങൾ ചെയ്യാനായിട്ട്, പ്ലാന്റിൽ കെമിക്കൽ വളങ്ങൾ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാകാം. അപ്പോൾ ഓർഗാനിക് വളത്തോടെ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന വളങ്ങൾ ദയവേത് ഉപയോഗിക്കരുത്. അതിന് പകരമായിട്ട് നമുക്ക് വിപണിയിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഡാപ്പ് പോലുള്ള ഇതൊക്കെ ഇല്ലേ വളങ്ങൾ, ഫെർട്ടിലൈസേഴ്സ് വളങ്ങളൊക്കെ നമുക്ക് നാനോ ഡാപ്പ്, അങ്ങനെ കുറെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൽ മഴക്കാലമായതുകൊണ്ട് പ്ലാന്റിൽ പൂപ്പൽ കാണുവാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് റീപോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ മീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആക്കി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അതൊന്ന് മാറ്റിയില്ല അങ്ങനെ തന്നെ നിങ്ങൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് ആയി ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് മറന്ന് കളയരുത് കേട്ടോ. സാഫ് അല്ലാന്നുണ്ടെങ്കിൽ
വേറെ ഏതെങ്കിലും ഫംഗിസൈഡോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പട്ടയുടെയോ വെളുത്തുള്ളിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ്, അത് ചെയ്തിരിക്കണം കേട്ടോ. മിക്കവർക്കുള്ളൊരു മിഥ്യാധാരണയാണ് വളം കൊടുത്താലേ നമ്മുടെ പ്ലാന്റ് വളരൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പ്ലാന്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് മിക്കവരും ആദ്യമേ ചോദിക്കുന്നത് എന്ത് വളമാണ് ഇതിന് ചെയ്യേണ്ടതെന്നാണ് ആദ്യം ചോദിക്കുന്നത് കേട്ടോ. ദയവേത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, വളം കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് വളരൂ എന്ന് ചിന്തിക്കരുത്. ഇത് കണ്ടോ, ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇത് ഒരു തണ്ട് ഇങ്ങനെ നിന്നിട്ട് ഞാനത് മാറ്റി കളയാതെ വെച്ചതാണ്. മഴവെള്ളത്തിൽ വെച്ചപ്പോൾ കണ്ടോ, മഴവെള്ളം കൊണ്ട് പിടിച്ചു വന്ന പ്ലാന്റാണിത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ, ഈ മഴക്കാലത്ത് നമ്മൾ വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ ഒഴിവാക്കുക. മഴവെള്ളം തന്നെ നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഈ സമയത്ത് ഞാൻ വളം ചെയ്തില്ലെങ്കിൽ എൻ്റെ പ്ലാന്റ് ഇതായി പോവോ, വളരൂലേ എന്നൊക്കെയുള്ളൊരു ധാരണയുള്ളവരുണ്ട്. അപ്പോൾ ആ ധാരണയൊക്കെ ഒന്ന് മാറ്റിയേക്കുക. അത് കണ്ടോ പിടിച്ചു വരുന്ന, നോക്കി തൈയൊക്കെ പിടിച്ചു വരുന്നുണ്ടോ, കണ്ടോ പിടിച്ചു വരുന്നത് കണ്ടോ. മഴവെള്ളത്തിലിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു തണ്ട് മാത്രമായിട്ട് ഞാൻ വെച്ചതാണ്, അത് പിടിച്ചു വരുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഴവെള്ളം തന്നെ ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ്. നിങ്ങൾ അതിൻ്റെ കൂടെ കെമിക്കൽ വളങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഉള്ളവർ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളം ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ ഓർഗാനിക് വളം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, കെമിക്കൽ വളം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മഴവെള്ളം തന്നെ ഒരു നല്ല കെമിക്കൽ ഇതായിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം മഴയത്ത് ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ നമ്മുടെ മഴവെള്ളം ഒന്ന് ഇൻഡോറൊക്കെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് മഴവെള്ളം പിടിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക കേട്ടോ. നിങ്ങളൊരു കാരണം കൊണ്ടും പേടിക്കണ്ട. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നീട് എനിക്ക് ഓൺലൈനായിട്ടുള്ള സെയിൽ, ഓൾ ഇന്ത്യ ഓൺലൈൻ സെയിൽ എനിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എന്നോട് സീഡ്ലിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എന്നോട് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യോ, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ കോൺടാക്ട് നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.